ഹലോ ഗായ്സ്, എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നല്ലേ? ഞാൻ ഓണമായിട്ട് ഇന്നൊരു 3-4 ദിവസം കൊച്ചിയിൽ പോയി ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. അതിന് കൊച്ചിയിൽ പോയി 3-4 ദിവസം അടിച്ചു പൊളിക്കാനായിട്ട് എങ്ങോട്ടേക്കാണ് റൂം എടുത്തതെന്നറിയോ? ക്രൗൺ പ്ലാസയിൽ. അപ്പോൾ ക്രൗൺ പ്ലാസയിലേക്കാണ് ഞാൻ നേരെ പോയത്. കാര്യം വന്നപ്പോൾ തന്നെ ലേറ്റായപ്പോൾ തന്നെ അറിയാമല്ലോ, ഇനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോവും. അപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ റൂം എടുത്തു. ഇനി ഒരു 3-4 ദിവസത്തേക്ക് കൊച്ചിയിലുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ചെന്ന് റൂം ചെക്ക് ഇൻ ചെയ്തു. കാര്യം മുമ്പേ ബുക്ക് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് തന്നെ എളുപ്പമായിരുന്നു. വലിയ ഫോർമാലിറ്റീസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതായിരുന്നു കേട്ടോ റൂം നല്ല റൂമൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാറ്റപ്പ് കണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഞാൻ നോക്കി വെച്ചിരുന്നത് ഈ പ്രാവശ്യം കുറച്ചും കൂടി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണമെന്നുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം കൊച്ചിയിൽ എനിക്കൊരു 2 ദിവസത്തെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തുകൊണ്ടായിട്ടോ വന്നത്. ഈ റൂമിലിരുന്ന് നമുക്ക് ബാത്റൂമിൽ ബാറ്റപ്പിൽ കുളിക്കുന്നതൊക്കെ കാണാൻ പറ്റും. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. അതൊരു വേറെ മൂഡ് തന്നെ കേട്ടോ. പിന്നെ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. നോക്കിക്കേ, അവരുടെ സ്വിമ്മിംഗ് പൂളും അവരുടെ ഗ്രൗണ്ട് കാര്യങ്ങൾ. ഇവിടെ എത്തിയപ്പോഴാണ് എന്നോട് എൻ്റെ സാറ് പറഞ്ഞത്, ഇത് ഇവിടെ നിന്ന് മോഹൻലാലിൻ്റെ ഫ്ലാറ്റ് കാണാം, മോഹൻലാലിൻ്റെ ക്യാരവാൻ കാണാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടായിട്ടോ അറിയുന്നത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കതൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ ബാത്റൂം കണ്ടല്ലോ നിങ്ങൾ. ഇവിടെ നിന്നുകൊണ്ടൊരു വ്യൂ ഉണ്ട് മോനെ, അതാണ് ഒരു രക്ഷയില്ലാത്തത്. നോക്കിക്കേ, പൊന്നി പൊളിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെ നിന്നിട്ട് കുറേ ഷോയൊക്കെ കാണിച്ചു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. ഇതിൻ്റെ കൂടെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. അത് ഡിന്നർ ഒരു രക്ഷയില്ലായിരുന്നു. എന്തെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും കേട്ടോ, ഏത് കഴിക്കണമെന്നുള്ള. ഇറ്റാലിയൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ നാടൻ ഫുഡ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ കൺഫ്യൂഷനായിരുന്നു. ലൈവ് ഫിഷ് ഉണ്ടായിരുന്നു. നമുക്കിഷ്ടമുള്ള ഫിഷ് പറയുമ്പോൾ അവർ ലൈവായിട്ട് നമുക്ക് ചെയ്തു തരുമായിരുന്നു. ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കനിൽ തന്നെ തന്തൂരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാലഡ്സിൽ തന്നെ നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സാലഡ്സ് കാര്യങ്ങൾ. ഡെസേർട്ടിൽ ഒരു രക്ഷയില്ലാത്ത ഡെസേർട്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും, ഏതെടുക്കണം. അങ്ങനെ അവിടെ ഇരുന്ന് ഡിന്നർ ഫുള്ള്, അതായത് കുറേ കാര്യങ്ങൾ കഴിച്ചു. പിസ്സ തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പാണെങ്കിൽ ഞാനൊരു വെജിറ്റബിൾ സൂപ്പാണ് കഴിച്ചത്. പക്ഷേ സാധാരണ കിട്ടുന്ന വെജിറ്റബിൾ സൂപ്പ് പോലെ അല്ലായിരുന്നു കേട്ടോ. ഇവിടെ ദോശ ഉണ്ടായിരുന്നു, ലൈവ് ദോശ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. കുറേ പുതിയ ഡിഷസ് ഞാൻ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. കണ്ടോ എനിക്ക്, അതായത് ഇതിൻ്റെ കൂടെ ഇതായിരുന്നു കേട്ടോ സൂപ്പ്. പിന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അങ്ങനെ വേണ്ട എല്ലാം. ഡെസേർട്ടിൽ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ വരും. ലാസ്റ്റ് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് ഒരിടത്തും ഇറങ്ങാനുള്ള ഒരു മൂഡിലായിരുന്നു. ഒന്നാമത് ലേറ്റായിട്ടാണ് റൂം ചെക്ക് ഇൻ ചെയ്തത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡൊക്കെ കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ കുറേ നേരം ഫുഡ് കഴിച്ചു. അവിടെ